തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവം സമാപിച്ചു കഴിയുമ്പോൾ സമകാലിക മലയാള വിഭാഗത്തിൽ വളരെ പ്രതീക്ഷയോടെ ചില സിനിമകൾ പ്രേക്ഷകർ കാണാൻ പോയെങ്കിലും വളരെ നിരാശാജനകമായ ഒരു അനുഭവമാണ് ഈ ചില സിനിമകളിൽ നിന്ന് അവർക്ക് ഉണ്ടായത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് ദി കുപ്പിഡ് സോ ദി സ്റ്റാർ എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച ആദിത്യ ബേബി എന്ന സംവിധായിക ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒട്ടും പക്വതയില്ലാത്ത തരത്തിലുള്ള കഥയും അതിൻ്റെ തിരക്കഥയും ആവിഷ്കാരവും ആണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദേവൻ എന്ന് പറയുന്ന ഇതിലെ കേന്ദ്ര കഥാപാത്രം സ്ത്രീലമ്പടനും കാമാസക്തനുമായിട്ടുള്ള കഥാപാത്രം, അയാളുടെ പ്രധാനപ്പെട്ട ജോലി സ്ത്രീകളെ വശീകരിക്കുകയും അവരെ ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അറുവഷളനായ മറ്റൊരു സുഹൃത്ത് അദ്ദേഹത്തിന് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂട്ടായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ സഭ്യതയുടെ അതിർവരമ്പുകൾ കടക്കുന്ന തരത്തിലാണ് ഈ സിനിമയിൽ, തീർത്തും അരോചകമായ തരത്തിലാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സിനിമയുടെ അന്ത്യത്തിൽ അയാളുടെ ഇരയായി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുകയും അവരെ ഒരു സ്വകാര്യമായ സ്ഥാനത്ത് ദുരുദ്ദേശപരമായി കൊണ്ടുവരികയും ചെയ്യുന്നു. പക്ഷേ ആ സ്ത്രീയെ തൊട്ട് കഴിയുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഈ ചുഴലി രോഗം വന്ന ഈ സ്ത്രീ വളരെ അക്രമാസക്തയാവുകയും നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുകയും അവസാനം ഈ സ്ത്രീയിൽ നിന്ന് ഇയാൾക്ക് വലിയ ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ അയാളുടെ മനോഭാവങ്ങൾ മാറുന്നതുമായിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതിൻ്റെ പ്രിവ്യൂ വായിച്ചു കഴിഞ്ഞാൽ ഇത്ര വളരെ മനോഹരമായിട്ട് നമുക്കത് നന്നായി അനുഭവവേദ്യമായ ഒരു സിനിമയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ആ സിനിമ കാണാൻ പോയത്. പക്ഷേ ഈ സിനിമ അത്യന്തം നിരാശാജനകമായിരുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രമേയത്തിലും അതിൻ്റെ ആവിഷ്കാരത്തിലും അതിൻ്റെ സംവിധാനത്തിലും ഒക്കെ ഒട്ടും പക്വതയില്ലാത്ത, കാരണം നമ്മളിത് കാണുമ്പോൾ ഒരു അന്തർദേശീയ സിനിമ വേദിയിൽ ഇത്രയും മോശപ്പെട്ട ഒരു സിനിമാ അനുഭവം നമുക്കത് നൽകി എന്ന് പറയുന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമായിട്ട് പറയാം. അതുപോലെ തന്നെ ഇതേപോലെ വളരെ പ്രതീക്ഷയിൽ പ്രേക്ഷകർ പോയ മറ്റൊരു സിനിമയാണ് ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ. ശോഭന പടിഞ്ഞാറ്റതിൽ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 5 പെൺകുട്ടികളെ സംബന്ധിച്ച അവരുടെ ജീവിതത്തിലെ സ്വകാര്യമായ അനുഭവങ്ങളെ സംബന്ധിച്ച, അവരുടെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച, അവരുടെ സ്വത്വാന്വേഷണത്തെ സംബന്ധിച്ച വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രവ്യൂവിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അത് കണ്ടിട്ടായിരിക്കാം കൂടുതൽ പ്രേക്ഷകരെ ഈ സിനിമ കാണാനായിട്ടെത്തിയത്. എങ്കിലും അവർക്കിടയിലുള്ള സംഭാഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റ രീതികളിലും അഭിനയ രീതിയും ഒക്കെ ദുസ്സഹമായ ഒരു അനുഭവമായിരുന്നു. തീർത്തും ഈ 5 പെൺകുട്ടികളുടെ ജീവിതകഥ തിരുവനന്തപുരം നഗരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തെ ഇത്ര ദുർബലമായി ചിത്രീകരിച്ച ഒരു സിനിമ സത്യത്തിൽ വളരെ നിരാശ ഉണ്ടാക്കിയ സിനിമ എന്നുള്ള നിലയിൽ അതായത് ആധുനിക മലയാള സിനിമയുടെ പ്രതിനിധാനം ചെയ്തു വന്ന ഈ സിനിമ തീർത്തും പ്രേക്ഷകർക്ക് വളരെ നിരാശ ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രധാനമായും മറ്റൊരു സിനിമയും ഇതുപോലെയുണ്ട്. മുഖക്കണ്ണാടി എന്ന് പറയുന്ന ഒരു സിനിമ സതീഷ് ബാബുസേനും സന്തോഷ് ബാബുസേനും ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ദൃശ്യാനുഭവങ്ങളൊക്കെ വളരെ മനോഹരമാണ്. പക്ഷേ ഒരു വൃദ്ധനായ സംവിധായകൻ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ കാലാന്തരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. വളരെ മനോഹരമായ ദൃശ്യാനുഭവങ്ങളാണ് ഈ ചിത്രത്തിലുടനീളമുള്ളത്. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ അദ്ദേഹം പൂർവ്വകാലത്ത് സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങൾ വീണ്ടും എൻ്റെ നിരീക്ഷണത്തിൽ വളരെ മോശപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് മാറുന്നു.
അത് ആവശ്യമില്ലാത്ത ഒരു പ്രവൃത്തിയായിരുന്നു, എന്തിനു വേണ്ടിയാണ് താനത് ചെയ്തത് എന്ന് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ സംവിധായകന് നേരെ ചോദിക്കുകയും അതിൻ്റെ ഉത്തരം കാണാൻ പറ്റാത്ത തരത്തിൽ ചില കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒക്കെയാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത്. പൂർണ്ണമായിട്ടും സംവേദനക്ഷമമായ ഒരു ചിത്രമായിരുന്നില്ല ഇത്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായ ഒരു അനുഭവം ലഭിക്കും, അല്ലെങ്കിൽ മലയാള സിനിമയുടെ പാരമ്പര്യത്തിനും രീതിക്കും യോജിച്ച ഒരു ആധുനിക സിനിമയായിരിക്കും ഇത് എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകരൊക്കെ ഈ ചിത്രം കാണാൻ എത്തിയതെങ്കിലും ഈ ചിത്രവും വളരെ നിരാശാജനകമായ ഒരു ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർക്ക് നൽകിയത്. ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ 3 സിനിമകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ആധുനിക മലയാള സിനിമയെക്കുറിച്ച് ലോക സിനിമാ വേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മോശപ്പെട്ട അനുഭവം നൽകുന്ന ചിത്രങ്ങളായിട്ട് മാറുമ്പോൾ നമ്മുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ മലയാള സിനിമ ലോക സിനിമ വേദിയിൽ തന്നെ വളരെ നിലവാരമുള്ള, വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന സിനിമകളുടെ ഒരു കാലമായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ ആധുനിക സിനിമ ഇപ്പോൾ ഈ തരത്തിൽ മെച്ചപ്പെട്ട ദൃശ്യാനുഭവങ്ങൾ നൽകാതെ, തീർച്ചയായിട്ടും സാങ്കേതിക തികവുകളൊന്നുമില്ലാതെ, അതുപോലെ തന്നെ അതിൻ്റെ ഘടനയിലും രൂപത്തിലും സാങ്കേതികത്വത്തിലുമൊക്കെ ഒട്ടും മികവ് കാണിക്കാത്തത് തീർത്തും നിരാശാജനകമായ ആ ഒരു അനുഭവമാണെന്ന് മലയാളത്തിലെ മുതിർന്ന നിലവാരം പുലർത്തുന്ന സംവിധായകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം അഭിപ്രായം ഉണ്ടാവുകയുണ്ടായി. തീർച്ചയായിട്ടും ഒരു ലോകോത്തര സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയിൽ ആധുനിക മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് വരുന്ന പുതിയ സിനിമകൾ വളരെ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേക്ഷക ലോകം, അതും തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നിറഞ്ഞ സദസ്സുകളിലാണ് എല്ലാ തിയേറ്ററുകളിലും ഓടുന്നത്. ഒരുപക്ഷെ ഗോവയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിനേക്കാൾ നിലവാരമുള്ളതും മികച്ചതുമായ ചിത്രങ്ങൾ, ലോക സിനിമകളാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശനത്തിനെത്തുന്നത്. ആ കൂട്ടത്തിൽ ആണ് ഈ ചിത്രങ്ങളും പ്രദർശനത്തിനെത്തുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഇതിൻ്റെ സംഘാടകരും അതുപോലെ തന്നെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരും കൂടുതൽ ജാഗ്രതയോടെ വരും കാലങ്ങളിലെങ്കിലും അത് നിർവഹിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.